വയനാട് മാനന്തവാടിയിൽ വനവാസി യുവാവിനെ വലിച്ചിഴച്ച സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് പിടികൂടി. ഹർഷിദ്, അഭിറാം എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ മാനന്തവാടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. അർജുൻ PS ചേരുന്നു. അർജുൻ, കൂടുതൽ വിവരങ്ങൾ. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതായത് കടിയാമ്പറ്റ പച്ചിലക്കാട് സ്വദേശികളായ ഹർഷിദ്, അഭിരാം എന്നീ രണ്ട് പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ ഈ വലിച്ചിഴച്ചതുമായി ബന്ധപ്പെട്ട ഈ കാർ ഐഡന്റിഫൈ ചെയ്തിരുന്നു. അതായത് ഇത്തരത്തിൽ കുറ്റിപ്പുറം ദേശത്തുള്ള ഒരു കാറായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. തുടർന്നാണ് പിന്നീട് ആ രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നത്. അവിടെ ഒരു മലപ്പുറം സ്വദേശിയുടെ കാറാണ്. തുടർന്ന് ആ ബന്ധുവായിട്ടുള്ള ഹർഷിദ ഈ കാർ എടുക്കുകയായിരുന്നു. പിന്നീടാണ് ഈ ഹർഷിദും കൂട്ടുകാരും ഈ കാറുമായി യാത്ര ചെയ്ത് കൂടൽക്കടവിലെത്തുകയും തുടർന്ന് അവിടെയുള്ള ആളുകളുമായി ആളുകളെ കയ്യേറ്റം നടത്തുന്ന തരത്തിലേക്ക് ഇവരുടെ പ്രവർത്തനം നീങ്ങുകയും ചെയ്തത്. അതിനിടയ്ക്കാണ് ഈ മാദനും അതുപോലെ ഈ വനവാസിയായ മാദനും അതുപോലെ തന്നെ മറ്റു നാട്ടുകാരും ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത്. അപ്പോൾ തന്നെ ഈ മാദന്റെ കൈ പിടിച്ചുകൊണ്ട് ഇവർ കാറിലേക്ക് ഓടി കയറുകയായിരുന്നു. തുടർന്ന് ഡോറിനോട് ചേർത്ത് വെച്ചുകൊണ്ട് മാദനെ വലിച്ചഴയ്ക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത്. തുടർന്നാണ് അത്തരത്തിലുള്ള അന്വേഷണമൊക്കെ തുടങ്ങിയത്. ഇപ്പോഴും മാദൻ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ പ്രതികളുടെ വിഷ്വൽസ് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ചിരിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു ക്യാമറയൊക്കെ ഫേസ് ചെയ്യുമ്പോൾ വളരെ ചിരിയോടെയാണ് ഈ പ്രതികൾ വരുന്നത് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു കഠിന ഹൃദയത്തിന് ഉടമകളാണോ ഇവർ എന്നുള്ളതടക്കം നമുക്ക് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങളാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ കാണുവാൻ സാധിക്കുന്നത്. അത്രത്തോളം ചിരിച്ചുകൊണ്ട് ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടും തങ്ങൾക്ക് യാതൊരു വിധത്തിലെ കുഴപ്പവുമില്ല എന്നുള്ള തരത്തിലാണ് പ്രതികളെല്ലാം പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.